ഇപ്പോൾ അന്തരിച്ച സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ.വി. റസലിന് അനുശോചനം അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെയോടെയായിരുന്നു ചെന്നൈയിൽ നിന്ന് മൃതദേഹം നെടുമ്പാശ്ശേരിയിലെത്തിയത്. അവിടെ നിന്ന് വിലാപയാത്രയായി കോട്ടയത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പൊതുദർശനം പുരോഗമിക്കുന്ന സ്ഥലത്തേക്കാണ് മുഖ്യമന്ത്രി അനുശോചനം അറിയിക്കാനെത്തിയത്. മന്ത്രി വി.എൻ. വാസവനും എം.വി. ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. സഖാവ് എ.വി. റസലിന് അനുശോചനം അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ കൂടി ചേരുന്നുണ്ട്. ജോസിൽ, അവസാനമായി എ.വി. റസലിനെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. പൊതുദർശനം അവിടെ ഇനിയും നീളാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ.വി. റസലിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഇവിടെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് ഇപ്പോഴും പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി ഇവിടെ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് സമര സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എ.വി. റസലിന്റെ ഭൗതിക ശരീരം ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. 28 വർഷമായി കോട്ടയം ജില്ലയിൽ CPM ജില്ലാ കമ്മിറ്റിയായി അംഗമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും പിന്നീട് തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലൂടെയും എല്ലാം ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്ക് സുപരിചിതനായ നേതാവാണ് എ.വി. റസൽ. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയത്തിന് അതീതമായ ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇവരെ നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കോട്ടയം MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ് അടക്കമുള്ള രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം തന്നെ CPM നേതാക്കന്മാർ, മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ മൃതശരീരം എത്തിച്ച ആ സമയത്ത് തന്നെ ഇവിടെ എത്തുകയും രക്തപതാക പുറപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ജോസിൽ, ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. അത്രയേറെ ജനപ്രിയനായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു. സഹപ്രവർത്തകരെല്ലാം തന്നെ അവസാനമായി അദ്ദേഹത്തെ കാണാനെത്തുമ്പോഴും നിറകണ്ണുകളോടെയാണ് മടങ്ങുന്നത്. അത്രയേറെ പ്രവർത്തന രംഗത്തായാലും ജനങ്ങൾക്ക് വേണ്ടിയായാലും അത്രയേറെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെയാണ് രാഷ്ട്രീയ കേരളത്തിന് നഷ്ടമായത്. ശരി, എന്തായാലും അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി എ.വി. റസലിനെ അവസാനമായി കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തിയതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യൻ നൽകിയത്.